വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും ആദ്യം ന്യൂസ് ഒന്ന് കേൾക്കാം. 17കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 18കാരൻ അറസ്റ്റിലായി. പത്തനംതിട്ട തേക്കുംതോട് താഴെ പൂച്ചക്കുളം സ്വദേശി വിജയാണ് പിടിയിലായത്. ഞാനൊന്ന് ചുരുക്കി പറയാം. ഇത് പെൺകുട്ടിക്ക് 17 വയസ്സും അതുപോലെ തന്നെ ആൺകുട്ടിക്ക് 18 വയസ്സും. പെൺകുട്ടി +2-നും അതുപോലെ തന്നെ ആൺകുട്ടി ഡിഗ്രിയിലും ആവാനാണ് ചാൻസ്. ഒരാൾക്ക് പെൺകുട്ടിക്ക് 17 വയസ്സും, അതായത് മൈനർ. 18 വയസ്സാവുന്നതിന് 1 വയസ്സ് മാത്രമേ കുറവുള്ളൂ. 18 വയസ്സാകാൻ പോകുന്നു. ആൺകുട്ടിക്കാണെങ്കിൽ 18 പൂർത്തിയാവും ചെയ്തു. അങ്ങനെ ഇവര് സ്നേഹത്തിലായിരുന്നു, ഇവരടുപ്പത്തിലായിരുന്ന സമയത്ത് തന്നെ സെക്ഷലി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നല്ല, പല തവണകളായിട്ട്. ഇപ്പോൾ ആൺകുട്ടിക്ക് 18 വയസ്സായ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരും അയ്യോ എന്നെ പീഡിപ്പിച്ചേ, എൻ്റെ മോളെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് വന്നേക്കാണ്. നമുക്ക് എന്തായാലും ഈ ന്യൂസിന്റെ ബാക്കി ഒന്ന് കേൾക്കാം. വിജയും ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. ഇത് മുതലെടുത്ത് വിജയ് പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ്. കഴിഞ്ഞ വർഷം നവംബറിനും 2024 ഓഗസ്റ്റ് 10-നുമിടെ നിരവധി തവണ ഇത് ആവർത്തിച്ചു. പ്രതിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവങ്ങൾ. കുട്ടി പിന്നീട് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ കഴിഞ്ഞു വരുന്നതായി ജില്ലാ ശിശുക്ഷേമ സമിതിയിൽ നിന്നും പോലീസിന് വിവരം കിട്ടി. തുടർന്ന് തണ്ണിത്തോട് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തു. തട്ടിക്കൊണ്ടുപോകലിനും ബലാത്സംഗത്തിനും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തിക്കുകയും അടൂർ JFM കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. സംഭവസ്ഥലത്ത് ശാസ്ത്രീയാന്വേഷണ സംഘം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ തണ്ണിത്തോട് മൂഴിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വിജയിന്റെ പേര് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പെൺകുട്ടിക്ക് പേരില്ല. പെൺകുട്ടിക്ക് 17 വയസ്സായതുകൊണ്ടും അതുപോലെ തന്നെ മൈനർ ആയതുകൊണ്ടും പെൺകുട്ടിക്ക് പേരില്ല. പകരം ഇര എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ആൺകുട്ടിക്കാട്ടെ പേരും അഡ്രസ്സും അടക്കം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ന്യൂസ് ചാനൽ. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള ഇത്രയാണ്. ഈ കാര്യത്തിൽ രണ്ടുപേരും തെറ്റുകാരല്ലേ ഈ ഒരു വിഷയത്തിൽ? കാരണം 17 വയസ്സെന്ന് പറഞ്ഞത് ഒന്നും അറിയാത്തുള്ള കുട്ടിയൊന്നുമല്ലല്ലോ. ആണോ? അല്ല. ഒന്നില്ലേ +2-ന് പഠിക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ +2 പാസ്സായി ഡിഗ്രിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കും. ഈ ഒരു പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ. ഒരാൺകുട്ടി നമ്മളെ ദേഹത്ത് തൊടുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല അത് പീഡനമാണോ, സ്നേഹമാണോ, വാത്സല്യമാണോ, ഇനി വേറെ വല്ലതും ആണോ എന്ന് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ കഴിവില്ലേ? ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഒരു ആൺകുട്ടിക്കൊപ്പം തന്നെ തെറ്റുകാരിയല്ലേ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നതും? രണ്ടുപേരും കൂടി പരസ്പര ഇഷ്ടപ്രകാരം ചെയ്തൊരു കാര്യമല്ലേ. 18 വയസ്സായില്ല എന്നതുകൊണ്ട് ആ പെൺകുട്ടി മൈനറാണ്, ഓക്കെ മൈനർ തന്നെയാണ്, പക്ഷെ 18 വയസ്സായില്ല അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞില്ല എന്നതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒന്നും അറിയാത്തൊരു പ്രായമൊന്നുമല്ലല്ലോ. ആണോ? അല്ല. ആ പെൺകുട്ടിക്ക് അറിയാം എന്നെ പീഡിപ്പിച്ച. അത് ഒന്നല്ല, ഒരു പ്രാവശ്യമാണേ പോട്ടെ, പലതവണ ഈ 1 വർഷത്തിനിടയ്ക്ക് പലതവണയാണ്. അതും പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു കുൽസിത പ്രവർത്തികളൊക്കെ നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും പെൺകുട്ടിക്ക് മനസ്സിലായില്ല എന്നെ പീഡിപ്പിക്കുകയെന്ന്. അവന് കറക്റ്റ് 18 വയസ്സായ സമയത്താണ് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ബോധം വന്നത്. എൻ്റെ മകളെ അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എന്തൊരു നാടാണ് നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥയൊക്കെ ശരിക്കും പൊളിച്ചെഴുതേണ്ട ഒരു കാലം കഴിഞ്ഞു. ഇപ്പം ജെന്യൂൻ ആയിട്ടുള്ള ഒരു പീഡന കേസോ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റേപ്പ് കേസൊക്കെ ആണെങ്കിൽ ഓക്കെ, പെൺകുട്ടിയുടെ പേര് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല, കാരണം ഇര എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇതുപോലുള്ള കേസുകളിലൊക്കെ രണ്ടുപേരുടെയും പേര് പുറത്തു വിടണം. രണ്ടുപേരുടെയും പേരും ഫോട്ടോയും അടക്കം പുറത്തു വിടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒന്നില്ലെങ്കിൽ രണ്ടുപേരുടെയും പേരും ഫോട്ടോസൊക്കെ പുറത്തു വിടുക, അതല്ലെങ്കിൽ രണ്ടുപേരുടെയും പുറത്തു വിടാതിരിക്കുക ഒരു ഡീറ്റെയിൽസും. അതല്ലേ ന്യായം? അതല്ലേ ന്യായം വേണ്ടത്? അതല്ലേ ന്യായമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആൺകുട്ടിക്ക് 18 വയസ്സായി എന്നതുകൊണ്ട് അവൻ്റെ മുഖവും അവൻ്റെ പേരും മാത്രം വെളിപ്പെടുത്തുക, അതിൻ്റെ പേരിൽ അവൻ ഒരു പീഡന വീരനായിട്ട് ലോകം മൊത്തം അറിയപ്പെടുക. എന്താല്ലേ? ശരിക്കും ആൺകുട്ടികളൊരു കാര്യം മനസ്സിലാക്കണം. ചുമ്മാ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുത്തി നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് നിയമവശങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ, ഇല വന്ന് മുള്ളിൽ വീണാലും അതുപോലെ മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കീടുന്നൊക്കെ. ഇപ്പം കാലം മാറി, ഇപ്പം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണ് കഴിഞ്ഞാലും മുള്ളിനാണ് കേട്, മുള്ളിൻ്റെ മുനയാണ് ഒടിഞ്ഞു പോകുന്നത്. കാരണം ആൺകുട്ടികളൊന്ന് മനസ്സിലാക്കുക, ഇൻസ്റ്റയിൽ കുത്തി നടക്കുന്ന അല്ലെങ്കിൽ ചുമ്മാ റീലൊക്കെ ചെയ്ത് കണ്ട പെണ്ണുങ്ങളെയൊക്കെ ലൈൻ അടിച്ച് ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ പൂവാലന്മാരെ ചുറ്റി നടക്കുന്ന ആൺകുട്ടികളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും പ്രണയബന്ധമോ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നാളെ മറ്റന്നാൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും കുറ്റവാളിയാവുക. ആ പെൺകുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടുകാരുടെ പേരും മാത്രമായിരിക്കും
സമൂഹത്തിന് മുന്നിൽ ഒരു തെറ്റുകാരായിട്ട് അറിയപ്പെടുന്നത്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും എപ്പോഴും പരിശുദ്ധിയായിരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ നിയമം എന്ന് പറയുന്നത്. അത് ദയവ് ചെയ്ത് ആൺകുട്ടികളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.